ആ മുത്തശ്ശി ഹായ് ഗുഡ് മോർണിംഗ്. അതെ അതെ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ നമ്മള് പച്ചരി ദോശക്കുള്ള പച്ചരി ദോശ കുറച്ച് നേരം വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ കഴിക്കാൻ നിർത്തിയായി. അതെ ചോദിച്ചു ഉണ്ടാക്കിയിട്ടില്ലേ ചോദിച്ചു. ഇപ്പൊ റെഡിയാക്കി തരാറുണ്ട്. അതെ ഇപ്പൊ ശരിയാക്കി തരാം. മറ്റേ സിനിമയില് പറയണ പോലെ അങ്ങനെ നാളികേരം ചിരകിയിട്ട് വേണം നമുക്ക് ദോശക്കുള്ള അരി അരയ്ക്കാൻ അല്ലേ? സാധ് കിട്ടണമെങ്കിലേ ആ അതെ അതെ നാളികേരം നല്ല വേണം. ആ ആ സാധാരണ അമ്മയെ തരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചിരകി തരാം ചെയ്തോളൂ. ആ അതെ അതെ ഈ മെഷീനാകുമ്പോ സുഖം, നമുക്ക് എവിടെ എടുത്ത് കൊണ്ടുപോവാം. അതെ അതെ ഇത് പുതിയതാണല്ലേ? ആ അതെ അതെ മറ്റേത് അവിടെ ഫിറ്റ് ചെയ്തതല്ലേ? ഇത് കൊണ്ട് നടക്കാലോ. അവിടുത്തെ കൊണ്ട് നടക്കാല്ലേ. പിന്നെ മറ്റേ ചിലപ്പോ പഴയ കാലത്ത് ഉണ്ട് വേറെ വലുത് എന്തൊരു കാണാത്ത നാളികേരം കെട്ട് അരക്കട്ടെ. പിന്നെ സമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. അതിന് കുറച്ച് മാറ്റി വെക്കാൻ എത്രണ്ടാ എനിക്കറിയില്ല. എന്തായാലും ഇത് അരച്ച് വെക്കാം. നമുക്ക് ഇതിലേക്ക് കുറെ അധികം വെള്ളം കോരി ഒഴിക്കാം. അത് കഴിഞ്ഞ ദോശ ഉണ്ടാക്ക് വേണ്ടു. ആ മതി മതി. അല്ല ഉപ്പ് കുഴപ്പമില്ല. ആ പഞ്ചസാരയാണ്. ഇനി വെള്ളം വേണ്ടേ മുത്തശ്ശി? വെള്ളം വേണോ? ഇതാ കുഞ്ഞാവെ അമ്മായി എത്തിയിട്ടുണ്ട്. അമ്മായി ഇന്ന് യെല്ലോ കളർ നൈറ്റിയാണ്. കുഞ്ഞാവതാ. ഓ ഇതാരാ കുഞ്ഞാവെ തന്നേ? ആ വല്യച്ചല്ല അമ്മുച്ചിറ്റ. ആ ആരാ തന്നേ? ആ ആ മതില്ലേ. പിന്നെ ഇന്ന് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? ഓക്കെ. കുഞ്ഞാവയും മാളും ദോശ കാത്ത് ഇരിക്കുകയാണ്. അമ്മൂന്നാക്കി വരുന്നത്. മാളുവിന്റെ അമ്പലത്തിൽ നിന്ന് ഉപ്മാവ് കഴിച്ചു. 7 മണിക്ക് തുടങ്ങോടെ ചേച്ചി വന്നു. നമ്മള് നേരിട്ട് പറഞ്ഞോളൂ. നേരത്തെ നീക്കാൻ സ്കൂളിലേക്ക് നേരത്തെ നീക്കില്ലേ. ഇപ്പൊ ഏതായാലും പുറപ്പെട്ടു. അപ്പൊ ഇനിയിപ്പോ നാളെ അടുത്ത ആഴ്ച പോകുമ്പോ ഗീത ചെറിയ ബുക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും ഭക്തിക്ക് നീങ്ങാൻ ഭാവിച്ചിട്ടുണ്ടാ തോന്നുന്നു. അയ്യോ മാള് അപ്പൊ ചെണ്ണ പുസ്തകം കുട്ടികളൊക്കെ ഉണ്ടല്ലോ. പുസ്തകത്തിന്റെ കഥ പറയണ്ടേ. ഞാൻ എന്തുണ്ട് പറയണു നീ പോയിക്കോളൂ പോയിക്കോളൂ. നല്ലതാണ് കുട്ടികൾക്ക് നല്ലതാണ്. കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞുകാവേനും കൊണ്ട് പോണം. അതെ അതെ കുഞ്ഞാവ നേരത്തെ കിടന്ന് പറഞ്ഞാൽ നേരത്തെ നീക്കാൻ സുഖ. അച്ഛനാ വേണ്ടത്. ആണോ കുഞ്ഞാവേ? ആണോ? പൈമ നോക്കിയിരിക്കുക. ഞാൻ മോളിന്ന് താഴത്തേക്ക് ഇറങ്ങി വരൂലേ റൂമിന്ന് അച്ഛൻ്റെ അടുത്ത്. പിന്നെ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി സൗകര്യം ഇല്ല. കട്ടില് പിന്നെ ചെറുതായാലും രണ്ടാളും കൂടി മാളുവിന് തന്നെ വേണം ഒരു കട്ടില് മുഴുവൻ രാത്രി. അതെ ഉച്ചക്ക് ഇവിടെ ഇന്നപ്പം കിടക്കുമ്പോഴോ എന്നെ ഇങ്ങോട്ട് തട്ടിയിടും. ഉറങ്ങി കഴിഞ്ഞാൽ പറയണ്ട. അപ്പൊ ഞാനെന്താ അറിയില്ല അവന്റെ വേഗം ഉണരോണ്ട് എന്റെ അടുത്ത് കിടക്കുന്ന ദിവസം അതിനനുസരിച്ച് നീങ്ങി നീങ്ങി കിടത്തും. എന്താ മല്ലിയോ പൊടിച്ചതുണ്ടോ?
മാളു ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ കൊണ്ടുവന്നുവോ? ദോശ ആവുന്നേ ഉള്ളൂ മാളു. എത്ര ദോശയാ മാളിന് വേണ്ടേ? ഒന്ന് മതിയോ? ഓ എന്നാ അതന്നെ. ആദ്യം എന്നൊക്കെ പറയും. എന്നിട്ട് രണ്ടെണ്ണം ഒന്നും കൂടെ ഉണ്ടാവും അമ്മച്ചിട്ടേ ചോദിക്കും അല്ലേ? മാളുവിനെ കണ്ടിട്ട് അത് കൊണ്ടു നോക്കൂ. കുഞ്ഞമ്മ എങ്ങനെ പാട്ട് പാടുക? ഒരു ആരിത്തത്തമ്മ പാടി കൊടുക്ക്. ആ പാടാം പാടാം. റെഡി 1 2 3 സ്റ്റാർട്ട്. പാട്. വാവതാ പാടുന്നു. ആരിത്തത്തമ്മ പാടും ഞാവേ. മാളുവിന് കുഞ്ഞാവിക്കുള്ള ദോശയായിരിക്കും. ആരിത്തത്തമ്മ ഒന്ന് പാടും ഞാവേ. ആ പാടു പാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആരിത്തത്തമ്മേ പാട്. ആ പാടു പാടു. ആ പിന്നെ കോഴി കൊത്തിയാലോ മാല പൊട്ടൂലേ? ആ മാല പൊട്ടിയാലോ അമ്മ തല്ലിയാലോ അച്ഛൻ കൊല്ലൂലേ? അച്ഛൻ കൊന്നാലോ? അങ്ങനുണ്ടോ? ഇല്ലില്ല, അത് വെറുതെ ഉണ്ടാക്കിയതാ. നല്ലത് ഉണ്ടാക്കിയത്. ഉറക്ക പാടണം കേട്ടോ ഇനി പാടുമ്പോ. നല്ല ഉറക്ക, നല്ല ഒച്ചത്തില്. ഇത് നൈസ് പൊടി അമ്മേ. അത് ടേസ്റ്റ് ഉണ്ടാവോ നൈസ് പൊടി? ചമ്മന്തിയാണെന്ന് നമുക്ക് മല്ലി ചമ്മന്തിക്ക്. ആ കുറച്ച് നല്ല സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കാം. അമ്മൂന് ചമ്മന്തിക്ക് വേണ്ടിട്ട് മാത്രം. അതെ. അത് മാത്രല്ല, കൊറേ പേര് നമ്മളെ സാമ്പാർ പൊടിയുടെ ഓർഡർ ചോദിച്ചിട്ട് കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു. അപ്പൊ അവർക്കൊക്കെ അയച്ചു കൊടുത്തു. അതെ നമുക്ക് ഒട്ടുമില്ല. അതെ. അടുത്ത് ഉണ്ടാക്കുമ്പോ പൊടി ഉണ്ടാക്കി വെച്ചതാണ് കുറച്ച്. തന്നെ അച്ഛൻ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലേ? അതെ. അപ്പൊ പിന്നെ വേഗം പിന്നെ വേഗം ഉണ്ടാക്കി കൊടുക്കാഞ്ഞാലോ ഇതിനിപ്പോ വാർത്ത അയക്കാനും നേരമില്ല. ഏയ് കടക്കലും കഴിഞ്ഞു അവിടെ. ആ അതാരിത്തത്തമ്മേ പാട് ബാക്കി കുഞ്ഞാവേ ഒന്ന് പാട്. ആരെ? ആ ഈശോപ്പേന്റെ പിറന്നാള്. ആ ആ നാളെ അല്ല. ആണോ? അല്ല. ഈശോപ്പേന്റെ അല്ലേ? ആ ആ നിരാഹാര സമരം കിടക്കുകയാണ് കുഞ്ഞാവി മാണോ. ആ എന്താ രണ്ടാക്കത് അമ്മായി പ്ലേറ്റ് അടച്ചുണ്ട്. അന്നേരം കഴിച്ചോളൂ, ആശ്വാസാവട്ടെ. കൊറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരുള്ളൂ ഒന്ന് മാളു. മുത്തശ്ശിയുടെ 10 രൂപ. എന്താ കുഞ്ഞാവേ? ഒരു ഇതുണ്ടല്ലേ? എന്താ കുഞ്ഞാവേ? മുത്തശ്ശിയുടെ 10 രൂപ. അതെ. ആ അപ്പൊ അമ്മച്ചിട്ടേക്കോ വെച്ചിട്ടുണ്ടോ? ആ അപ്പൊ അമ്മ ഇവിടെ മല്ലിച്ചമ്മന്തി ഉണ്ടാക്കുകയാണ്. മല്ലിപ്പൊടി, പിന്നെ പുളി, സവോള, പിന്നെ ആ പിന്നെ ഇതെന്തായി മിക്സിക്ക് കളി എപ്പോഴും ഉണ്ട്. ഇപ്പൊ തുടങ്ങിയതാട്ടോ.
അത് നേരെ നോക്കി ഇതാക്കിയത്. അമ്മായി ദോശയൊക്കെ മടക്കി രണ്ടാൾക്കും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആവണേലോ. വെയിറ്റ് വെയിറ്റ്. കിടന്നോളൂ. അല്ല, സമരം എങ്ങനെ മുറിക്കുക? നിരാഹാരം എങ്ങനെ മുറിക്കുക? ഇത് ദോശ വെച്ചിട്ട് തന്നെ മുറിക്കുക? വെറും ദോശ? ചമ്മന്തി വേണോ? വേണ്ട, സ്പെഷ്യൽ ചമ്മന്തി. മളവിന് ഇഷ്ടാണല്ലോ. ആ, എനിക്ക് തോന്നി. ഞാനൊന്ന് മുത്തശ്ശീനെ കാണിച്ചിട്ട് വരാം. ഇവിടെ നമുക്കിന്ന് ഫുൾ ക്ലീൻ ചെയ്യാനുള്ള ഡേ ആണ് കേട്ടോ. ഇന്നലെ ഫുള്ള് നമ്മളെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ കൊടുക്കാൻ വെച്ചു. മുത്തശ്ശി ഏതാ? മുത്തശ്ശി ഏതാ നടന്നു വരുന്നുണ്ട്. പെത്തും 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 ഓടുകയാണ് മുത്തശ്ശി. ആ യെസ്. ആ ഉണ്ട് ഉണ്ട്. ഇത് മുത്തശ്ശിയുടെ സ്വന്താണ്. ഞാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞതാ മുത്തശ്ശിയോട്. അമ്മയുടെ ദോശയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേക്ക് തോന്നി. ആ ഇതൊക്കെ മാള്. ആ അതെ അതെ, തൊപ്പിയും. ആ ഇതമ്മേ കുഞ്ഞാവേ, കുഞ്ഞാക്ക് ബാലവാടിയിൽ എന്തൊക്കെയാ പഠിപ്പിച്ചു തരിക? ബാലവാടിയിൽ എന്തൊക്കെയാ പഠിപ്പിച്ചു തരിക? ആ അതെ, ഇന്നലെ കരയായിരുന്നു, അത് തികഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട്. അതെ, അംഗനവാടിയത്തെ ഉപ്പുമാവിന്റെ എന്താ പ്രിയങ്കരിയാണ് കുഞ്ഞാവ അല്ലേ? ആ ചെയ്തിക്കോളൂ. അങ്ങനെ നമ്മളൊരു പക്ഷെ ഇതിനെ കണ്ടിട്ട് എന്താ തോന്നുന്നു? മനുഷ്യരെ പോലെ തോന്നുന്നുണ്ടോ? കുറച്ച് കണ്ണുമൂക്കൊക്കെ തോന്നി പിരിയാം. ഇത് വായ മൂക്ക്. മാളവിനും തോന്നണേ അമ്മൂന്റെ മുഖം ദോശ അല്ലേ? ആ മുഖം ദോശ. അത് അമ്മായി പറഞ്ഞ ഐഡിയ. നല്ല രസമുണ്ട് കാണാൻ. മറിച്ചോ? അമ്മയ്ക്ക് ഒരു ട്രിപ്പും കൂടെ ഉണ്ട് അരയ്ക്കാൻ. എന്നിട്ട് വേണം ഇരുന്ന് ഫുഡ് അടിക്കാൻ. വിശന്നിട്ട് വയ്യ. ആ അവിടെ 10 മണിയായി. ദോശയായിരുന്നു ഇന്ന്. അവിടുന്ന് കഴിച്ചല്ലോ അല്ലേ? ആ മാള് അവിടുന്ന് കഴിക്കുകയും ചെയ്തല്ലോ അല്ലേ? എന്തുപ്മാവായിരുന്നു മാള്? എന്തുപ്മാ? ആ ആ മേല് കഴിയിട്ടില്ലേ അത്ര? ആ ശരി. ആ അയ്യമ്മ ചമ്മന്തി. നമ്മുടെ മല്ലി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അച്ഛനെ വിളിക്കാല്ലേ അമ്മേ? മാള് വലിയച്ഛനെ വിളിക്കോ? വലിയച്ഛനെ വിളിച്ചോളൂ. എല്ലാരും കഴിക്കാട്ടോ.
അപ്പൊ എല്ലാരും കഴിക്കേ കുഞ്ഞിവാവ എന്താ പറഞ്ഞതൊക്കെ ചായ വേണം കാപ്പി വേണം. പണ്ടൊക്കെ പാൽവെള്ളം എല്ലാരും കുടിക്കുക. അതെ. ഞാൻ അവിടെ ഒരു ഇല്ലത്ത് നമ്മള് പോയ സമയത്തേ നമ്മള് ആശ്രമത്തിൽ പോകുമ്പോ അങ്ങനെ ഉണ്ടായി പാൽവെള്ളം. പാലുവെള്ളം ഉണ്ടാക്കട്ടെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും എവിടെ നമ്മളന്ന് തെക്കുംപാട്ടല്ല. അല്ല 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 പോയപ്പോഴാ അങ്കമാലി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാഗി അല്ല ബാർക്ക്. ആ അതന്നെ പാലും വെള്ളം തന്നത് എനിക്ക്. എന്താ വെച്ചാൽ അവർക്ക് എന്നും പയ്യനെ ഇറക്കാണ്ട്. ആ താക്കോലോടെ അമ്മ വെച്ച് ഇന്ന് കഴിച്ചോളൂ കുഞ്ഞാവ. കഴിച്ചു കഴിയുമ്പോഴേക്കേ ഞാൻ കരിവേപ്പിനെ വന്ന് നനച്ചു കൊടുക്കട്ടെ. ഇപ്പം വെയിലായില്ലേ. ആ ശരിയാ. അപ്പൊ നനച്ചു കൊടുത്തില്ല. നാളെ പുല്ലൊക്കെ പറിച്ചു കൊടുത്തു. പിന്നെ 2 കറ്റാർ വാഴയുടെ ഉണ്ട് അവിടെ. അതൊക്കെ നനച്ചു കൊടുത്തിട്ട് വേഗം വരാം കേട്ടോ. ഓക്കെ. അപ്പൊ വന്നിട്ട് കാണാം. വന്നിട്ട് കാണാം. എങ്ങനെയുണ്ട് അച്ഛാ പച്ചരി ദോശ? ആ ചമ്മന്തി സൂപ്പറാണോ? സൂപ്പർ. എരിവുണ്ടല്ലേ കുറച്ച്? അത്യാവശ്യം തരാട്ടോ.